സമാധാനം അകലെയോ അത് തന്നെയാണ് ചോദ്യം. പശ്ചിമേഷ്യയിൽ ആശങ്ക ഒഴിയുന്നില്ല. ഇസ്രയേലിലെ ആണവ കേന്ദ്രം ലക്ഷ്യമിട്ട് ഇറാൻ ദീർഘദൂര മിസൈൽ ആക്രമണമാണ് ഇന്ന് നടത്തിയത്. ഡിമോണയിലും മറദിലും ഉണ്ടായ ആക്രമണങ്ങളിൽ 100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ദീഗോഗാർഷിയിലേക്കും ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ടി.കെ. റീജിത്താണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. റീജിത്ത്, ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ശക്തമായ ആക്രമണമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു. ആ വെല്ലുവിളി സ്വീകരിച്ച് തിരിച്ചടിക്കുമെന്ന് ഇറാൻ പറയുന്നു. ഇപ്പോഴത്തെ ഇസ്രയേലിലെ ആണവ കേന്ദ്രത്തിൽ ഉൾപ്പെടെ ആക്രമണം നടത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അറദിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പലയിടങ്ങളിലും ഇപ്പോഴും ആക്രമണം തുടരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഒറ്റപ്പെട്ട ആക്രമണങ്ങളാണെങ്കിൽ പോലും. പക്ഷേ ഇറാൻ പിന്നോട്ടില്ല എന്നത് തന്നെയാണ്. സംഘർഷം കൂടുതൽ ശക്തമാവുകയാണോ? തീർച്ചയായും യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. യുദ്ധം തുടങ്ങി ഇന്ന് 23-ാം നാളാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അതിശക്തമായ ഒരു ആക്രമണം, ശ്രദ്ധേയമായ ഒരു ആക്രമണം ഇസ്രയേലിന് നേരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അത് നേരത്തെ വിനീത ചൂണ്ടിക്കാട്ടിയതുപോലെ ഡിമോണയിലും അറദിലുമാണ്. അത് ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ആക്രമണം എന്നുള്ളതാണ്. ആ ആക്രമണത്തിന്റെ സ്വഭാവമാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. 100-ലധികം പേർക്ക്, കുട്ടികളടക്കം 100-ലധികം പേർക്ക് പരിക്കേൽക്കുന്ന നിലയിലേക്ക് പോയിട്ടുണ്ട്. ഇസ്രയേലിന് സമീപ ദിവസങ്ങളിലെ ഏറ്റവും വലിയ തിരിച്ചടി എന്ന നിലയിലാണ് പൊതുവെ ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഡിമോണയിലെ ആണവ കേന്ദ്രം അത് കേവലമൊരു ആക്രമണം എന്നതിനപ്പുറത്തേക്ക് ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലോകം ഡിമോണയിലെ ആണവ കേന്ദ്രത്തെ ഇസ്രയേലിന്റെ രഹസ്യ ആയുധപ്പുര എന്നാണ് വിശേഷിപ്പിക്കാറ്. അവിടെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അവിടെ ആണവ പദ്ധതികളിലേക്ക് ചില സൂചനകളൊക്കെ പുറത്തു വന്നിരുന്നെങ്കിൽ ആ ആക്രമണത്തിന്റെ സ്വഭാവം അത് അതിരൂക്ഷമായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഡൊണാൾഡ് ട്രംപിന്റെ പരാമർശമാണ്. ഹോർമൂസ് കടലെടുക്ക് 48 മണിക്കൂറിനകം തുറന്നില്ല എങ്കിൽ കനത്ത ആക്രമണമുണ്ടാകും. ഊർജ്ജ മേഖലകളെ ലക്ഷ്യം വെക്കും. ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമാവുകയാണ്. ടി.കെ. റീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. 48 മണിക്കൂറിനകം തുറക്കണം ഹോർമൂസ് എന്നതാണ് ഇറാന് അന്ത്യശാസനം നൽകിയിരിക്കുന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇല്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ഓരോന്നായി ആക്രമിക്കും.